അൻവർ അല്പമൊന്ന് അടങ്ങി. അല്ല, മുഖ്യമന്ത്രി അൻവറിനെ അടക്കി. അരമണിക്കൂർ നീണ്ടുന്ന ചർച്ചയ്ക്കൊടുവിൽ ആരോപണങ്ങളെല്ലാം പരിശോധിക്കാമെന്ന ഉറപ്പിൽ അൻവറിനെ മുഖ്യമന്ത്രി മടക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ അധോലോക നായകനെന്നും കൊള്ളസംഘ തലവനെന്നും കൊലയാളിയെന്നുമൊക്കെ വിശേഷിപ്പിച്ച ആളെ പറ്റിയുള്ള ചോദ്യത്തിന് ഇന്ന് മറുപടി ഇങ്ങനെ. മാറ്റി നിർത്താതെയുള്ള ഒരു അന്വേഷണത്തിൽ തൃപ്തനാണോ? അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. എം.ആർ. അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ. താങ്കളുടെ പിന്നിൽ ആരാണ്? എന്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അൻവർ അച്ചടക്കമുള്ള സഖാവായി. ഒരു സഖാവ് എന്ന നിലയ്ക്ക് എനിക്ക് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ്. അല്ല, അതൊന്നും എനിക്കറിയാം. അതിന്റെ നാടല്ല ഞാൻ. MLA ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ നിയമസഭാ ചീഫ് മാർഷൽ മൊയ്തീൻ ഹുസൈന്റെ ഇടപെടൽ. ഇത്രേ കാര്യങ്ങൾ പറയാനുള്ളൂ. ഒടുവിൽ ലാൽ സലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതേപടി നിലനിൽക്കുകയാണ് ഇപ്പോഴും. മുഖ്യമന്ത്രി പോലും മറുപടി പറഞ്ഞിട്ടില്ല. അൻവറിനെ തള്ളിപ്പറയാനും ആരും തയ്യാറല്ല. ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളിൽ ശരിയായ രൂപത്തിൽ അന്വേഷണം നടത്തും. അദ്ദേഹം തന്നെ ഈ സംവിധാനത്തിൽ വിശ്വാസം പ്രകടിപ്പിച്ചല്ലോ. പാർട്ടിക്ക് ഇത് സമ്മേളനകാലമാണ്. മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞില്ലെങ്കിലും സഖാക്കളോട് ആരോപണങ്ങൾ വിശദീകരിക്കേണ്ടി വരും. പാർട്ടിയിലും മുഖ്യമന്ത്രിയിലും വിശ്വാസം അർപ്പിക്കുകയാണ് PV അൻവർ. നിലവിലെ അന്വേഷണത്തിൽ തൃപ്തനാണോ എന്ന ചോദ്യത്തിന് വെയിറ്റ് ആൻഡ് സീ എന്നുള്ളതാണ് മറുപടി. അതായത് ഇപ്പോഴത്തേത് ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്ന് വിലയിരുത്താം. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.